ഓം ശാന്തി 25/6/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ നിങ്ങൾക്ക് പുതിയ ലോകത്തിനു വേണ്ടി രാജയോഗം പഠിപ്പിക്കുന്നു. ഇതിനാൽ ഈ പഴയ ലോകത്തിൻ്റെ വിനാശവും തീർച്ചയായും നടക്കും. ബാബ വന്ന് നമ്മൾ കുട്ടികൾക്ക് രാജയോഗം പഠിപ്പിച്ചു തരുന്നു. രാജയോഗം എന്നാൽ രാജാവാകുന്നതിനുള്ള യോഗം അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാക്കുക. രാജാവാകുന്നതിന് നാം സ്വയം നമ്മുടെ തന്നെ രാജാവാകണം. നമ്മുടെ ആചരണം, വിചാരം, നമ്മുടെ പ്രവൃത്തി, ചിന്താഗതി, മനോഭാവം ഇവയെല്ലാം എന്താണോ ശരിയായിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കണം. ശരിയായിട്ടുള്ളത് എന്നാൽ എന്താണോ ആത്മാവിൻ്റെ സ്വന്തം ധർമ്മം അല്ലെങ്കിൽ സ്വധർമ്മം, അതാണ് എപ്പോഴും ശരിയായിട്ടുള്ളത്. ആ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് നാം രാജാവായി തീരുന്നത്. എന്നാൽ ഈ പഴയ ലോകമെന്നാൽ ദേഹാഭിമാനത്തിൽ അധിഷ്ഠിതമാണ്. ഈ പഴയ ലോകം നശിക്കുക തന്നെ വേണം. എന്തുകൊണ്ടെന്നാൽ രാജയോഗം അഭ്യസിക്കുമ്പോൾ നാം മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. ദേവതയായി മാറുകയാണെങ്കിൽ ദേവതകൾ ഒരിക്കലും പഴയ ലോകത്തിൽ കാൽ വയ്ക്കില്ല. പഴയ ലോകം വിനാശമാകുക തന്നെ വേണം. ചോദ്യം: മനുഷ്യർക്ക് ഏത് ഒരു നല്ല ശീലമാണുള്ളത്, എന്നാൽ അതിൽ നിന്നും പ്രാപ്തിയൊന്നും ഉണ്ടാകുന്നില്ല? ഉത്തരം: മനുഷ്യരിലും ഭഗവാനെ ഓർമ്മിക്കുന്നതിനുള്ള ഒരു തരത്തിലുള്ള സ്വഭാവം തന്നെയാണ്. എന്ത് കാര്യം വരികയാണെങ്കിലും പറയുന്നു ഹേ ഭഗവാനേ എന്ന്. മുന്നിൽ ശിവലിംഗത്തിൻ്റെ രൂപം വരുന്നു, എന്നാൽ ശരിയായ തിരിച്ചറിവ് ഇല്ലാത്തത് കാരണം പ്രാപ്തി ഉണ്ടാകുന്നില്ല. എന്നിട്ട് പറയുന്നു സുഖവും ദുഃഖവും എല്ലാം ബാബ തന്നെ തരുന്നു എന്ന്. നിങ്ങൾ കുട്ടികളിപ്പോൾ ഇങ്ങനെ പറയില്ല. മനുഷ്യരിലുള്ള ഒരു വളരെ നല്ല ശീലമാണ് എന്ത് കാര്യം വരികയാണെങ്കിലും ഉടനെ ഭഗവാനെ ഓർമ്മിക്കുന്നു. ഹേ ഭഗവാനെ എന്ന് വിളിച്ച് ഈശ്വരനെ ഓർമ്മിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഓർമ്മിച്ചു എന്ന് വെച്ച് പ്രത്യേകിച്ച് അവർക്ക് പ്രാപ്തിയൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ പരിചയം ഇല്ല. യഥാർത്ഥ പരിചയം ഇല്ല എങ്കിൽ പിന്നെ ആ ഓർമ്മയിൽ നിന്ന് പ്രാപ്തി ലഭിക്കുക സാധ്യമല്ല. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളുമായി കോണ്ടാക്റ്റ് വെക്കുന്നതിന് അവരുടെ നമ്പർ എന്ന് കരുതി തെറ്റായ നമ്പർ ഡയൽ ചെയ്താൽ അവരുമായി കോണ്ടാക്റ്റ് വയ്ക്കാൻ സാധിക്കില്ല. അതുപോലെ ഈശ്വരനെ വിളിക്കുന്നതിനും ഈശ്വരനെ ഓർമ്മിക്കുന്നതിനും ഒരു കുറവുമില്ല. എന്നാൽ യഥാർത്ഥ പരിചയം ഇല്ലാത്തത് കൊണ്ട് കൃത്യം ഭഗവാന്റെ അടുക്കൽ തന്നെ ആ ഓർമ്മ എത്തുന്നില്ല. യഥാർത്ഥ പരിചയം ഇല്ലാത്തത് കാരണം തെറ്റിദ്ധാരണകളും ഉണ്ട്. സുഖവും ദുഃഖവും എല്ലാം ഭഗവാൻ തന്നെ തരുന്നു എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ നമ്മൾ കുട്ടികൾ ഒരിക്കലും അങ്ങനെ പറയില്ല. സുഖം തരുന്നവനാണ് ഭഗവാൻ. ദുഃഖമുണ്ടാകുന്നത് നമ്മുടെ തന്നെ കർമ്മക്കണക്കുകൾ കാരണമാണ്, ഇല്ലെങ്കിൽ നമ്മളുടെ തന്നെ വിചാരധാര കാരണമാണ്. ഇങ്ങനെ ദുഃഖമുണ്ടാവുകയാണെങ്കിൽ ബാബയെ ഓർമ്മിച്ചിട്ടാണ് ആ ദുഃഖം സമാപ്തമാക്കുന്നത്. അതിനാൽ ബാബ സുഖവും ദുഃഖവും തരുന്നു എന്നൊരിക്കലും നമ്മൾ കുട്ടികൾ പറയില്ല. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ശിവബാബയെ തൻ്റെ അവകാശിയാക്കി എല്ലാം എക്സ്ചേഞ്ച് ചെയ്യണം. അവകാശിയാക്കി ശരീര നിർവഹണാർത്ഥവും ചെയ്യണം. ട്രസ്റ്റിയായി ഇരിക്കണം. പൈസ കൊണ്ട് ഒരു പാപകർമ്മത്തിലും ഉപയോഗിക്കരുത്. 2. ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഗദ്ഗതം ഉണ്ടായിക്കൊണ്ടിരിക്കണം. സ്വയം ജ്ഞാനസാഗരനായ ബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. പുണ്യാത്മാവാകുന്നതിന് ഓർമ്മയിലിരിക്കണം. മായയുടെ കൊടുങ്കാറ്റുകളിൽ പേടിച്ചു പോകരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു ശിവബാബയെ തൻ്റെ അവകാശിയാക്കണം.
നാം ബാബയെ അവകാശിയാക്കുന്നതിലൂടെ നമ്മുടേതെല്ലാം ബാബയുടേതാകുന്നു. ഇതിനർത്ഥം ബാബ ഉടമസ്ഥനാകുന്നു, നാം സൂക്ഷിപ്പുകാരനാകുന്നു. ഇങ്ങനെ ബാബയ്ക്കെല്ലാം എക്സ്ചേഞ്ച് ചെയ്യണം. എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റണം, സ്നേഹത്തോടെ പരിപാലിക്കണം. എന്നാൽ ട്രസ്റ്റിയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ടു പോകണം. ധനം കൊണ്ട് ഒരു പാപകർമ്മവും ചെയ്യരുത്. പാപകർമ്മത്തിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഫലം നമ്മുടെ അടുക്കൽ തിരിച്ചെത്തുന്നതുവരെ നാം അവിടെ നിൽക്കേണ്ടി വരും. മാത്രമല്ല അതിൻ്റെ ഫലം നാം അനുഭവിക്കുകയും വേണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബ നമ്മെ പഠിപ്പിക്കുകയാണ് എന്നത് ഓർമ്മിച്ചോർമ്മിച്ച് സന്തോഷം കൊണ്ട് ഗദ്ഗദം വരണം. നാം പുണ്യാത്മാവാകുന്നതിന് ബാബയുടെ ഓർമ്മയിലിരിക്കണം. ഈ ബാബയുടെ ഓർമ്മയെ മറക്കാൻ മായ പലതരത്തിലുള്ള കൊടുങ്കാറ്റ് കൊണ്ടുവരും. ആ കൊടുങ്കാറ്റുകളിലൊന്നും പെട്ടുപോകരുത്. ആ കൊടുങ്കാറ്റ് കണ്ട് പേടിച്ചും പോകരുത്. വരദാനം: സത്യതയുടെ ആധാരത്തിൽ ഒരു ബാബയെ പ്രത്യക്ഷമാക്കുന്ന നിർഭയ അതോറിറ്റി സ്വരൂപമായി ഭവിക്കട്ടെ. സത്യത തന്നെയാണ് പ്രത്യക്ഷതയുടെ ആധാരം. ബാബയെ പ്രത്യക്ഷമാക്കുന്നതിന് നിർഭയരും അതോറിറ്റി സ്വരൂപവുമായി സംസാരിക്കൂ, സങ്കോചത്തോടെ അല്ല. എപ്പോൾ അനേകം അഭിപ്രായമുള്ളവർ ഒരൊറ്റ കാര്യം മാത്രം മാനിക്കുകയാണെങ്കിൽ, അതായത് നമ്മളെല്ലാവരുടെയും പിതാവ് ഒന്നാണ്, ആ പിതാവ് തന്നെ ഇപ്പോൾ ഈ കാര്യം ചെയ്യുകയാണ്, നമ്മളെല്ലാവരും ഒരാളുടെ സന്താനമാണ്, ഈ ഒന്നു മാത്രമാണ് യഥാർത്ഥം എങ്കിൽ വിജയത്തിൻ്റെ കൊടി പറക്കും. ഈ സങ്കല്പവും കൊണ്ട് മുക്തിധാമത്തിലേക്ക് പോകും. പിന്നെ എപ്പോഴാണോ അവരവരുടെ പാർട്ട് അഭിനയിക്കാൻ വരുന്നത്, അപ്പോൾ ഈ സംസ്കാരം ഇമർജാകും. അതായത് ഗോഡ് ഈസ് വൺ. ഇത് ഗോൾഡൻ ഏജിൻ്റെ ഓർമ്മയാണ്. നാം ബാബയെ പ്രത്യക്ഷമാക്കാനാണ് സേവനം ചെയ്യുന്നത്. പ്രത്യക്ഷമാക്കുന്നതിൻ്റെ ആധാരമാണ് സത്യത. നാം ബാബയുടെ പരിചയം കൊടുക്കുമ്പോൾ, ജ്ഞാനം കൊടുക്കുമ്പോൾ നിർഭയരും അതോറിറ്റി സ്വരൂപരുമായി കൊടുക്കണം, അല്ലാതെ സങ്കോചത്തോടെ അല്ല. എപ്പോഴാണോ അനേകം അഭിപ്രായങ്ങളുള്ള മനുഷ്യരെല്ലാവരും ഒരൊറ്റ കാര്യം മാത്രം മാനിക്കുന്നത്, അതായത് നമ്മളെല്ലാവരുടെയും അച്ഛൻ ഒരാളാണ്, ആ ഒരു ബാബ തന്നെയാണ് ഇപ്പോൾ ഈ ബൃഹത് കാര്യം ചെയ്യുന്നത്, നമ്മൾ ആ ബാബയുടെ കുട്ടികൾ, ആ ബാബ മാത്രമാണ് യഥാർത്ഥം എന്നത് എപ്പോൾ തിരിച്ചറിയുമോ അപ്പോൾ വിജയത്തിൻ്റെ കൊടി പറക്കും. അതായത് നമ്മുടെ സേവനം സഫലമായി എന്നർത്ഥം. ഈ ചിന്തയോടെ ശരീരം വിട്ട് മുക്തിധാമത്തിലേക്ക് ഈ ആത്മാക്കൾ പോകും. എന്നിട്ട് എപ്പോഴാണോ അവരവരുടെ പാർട്ട് അഭിനയിക്കാൻ വരുന്നത്, അപ്പോൾ ഈ സങ്കല്പം ഇമർജാകും, ഗോഡ് ഈസ് വൺ എന്ന്. ഇത് തന്നെയാണ് ഗോൾഡൻ ഏജിൻ്റെ സ്മൃതി. സ്ലോഗൻ: സ്വയം ശക്തി രൂപത്തിൻ്റെ പ്രത്യക്ഷമാകുന്നത് സഹിക്കുന്നതിലൂടെയാണ്. നാം എത്ര സഹിക്കുന്നുവോ അത്രയും നാം ദുർബലരല്ല, ശക്തിരൂപരാകുകയാണ്. താനൊരു ശക്തിരൂപയാണ് എന്ന് പ്രത്യക്ഷമാക്കുന്നതാണ് സഹിക്കുന്നത്. ഓം ശാന്തി.